ആ അപ്പൊ 19 ഔട്ട് ഓഫ് 13 അല്ലേ പറയേണ്ടത്? 30 ഔട്ട് ഓഫ് 19 എന്ന് പറയില്ലല്ലോ. ചെറിയ നമ്പർ കഴിഞ്ഞിട്ടല്ലേ വലിയ നമ്പർ പറയുള്ളൂ. അപ്പൊ 19 ഔട്ട് ഓഫ് 30. മോൻ സിക്സ്ത്തിലല്ലേടാ ആദി? യെസ്. നല്ല സ്കോറാണ്, തെറ്റൊന്നുമില്ല, ഗുഡ്. പക്ഷെ ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ, 20+ എടുക്കാൻ പറ്റും. ആദിനാഥൊക്കെ വന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ആദിനാഥിന്റെ പെർഫോമൻസ് ഒക്കെ നല്ല രീതിയിലാണ്. നിന്നെ പഠിപ്പിച്ചാൽ നീ നല്ലോണം പഠിപ്പിച്ചാൽ നല്ലോണം പഠിക്കുന്ന ഒരാളാണ് നീ. ഞാനത് മനസ്സിലാക്കി. കുറച്ച് ക്ലാസ്സുകളുടെ ഇടയിൽ എനിക്കത് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ഇപ്രാവശ്യം സെവൻത്തിന്റെ ക്വസ്റ്റ്യൻ, ഞാൻ സെവൻത്തിൽ ഒരു സ്റ്റുഡന്റിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അവന് 20 ആണ് അവന്റെ സ്കോർ. എത്രയാണ്? 20. ഗ്രാമർ സെപ്പറേറ്റ് ആണ് അവർക്ക്, ഇത് സെപ്പറേറ്റ് ആണ്. മോന് അങ്ങനെയാണോ? ഇംഗ്ലീഷ് 1, ഇംഗ്ലീഷ് 2 അങ്ങനെയാണോ അതിന്? ഇല്ല. ഒരുമിച്ചാണെല്ലാം. ഓക്കെ. അപ്പൊ അവര് വന്നിട്ട് ഈ സെന്റ് ജോസഫ്സ് എന്ന സ്കൂളിലാണ് പഠിക്കുന്നത്. സോറി, സെന്റ് ജോസഫ്സ് അല്ല, സോറി, ഇവിടെ സിൽവർ ഹിൽസ് എന്നൊരു സ്കൂളുണ്ട് കോഴിക്കോട്. സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂൾ ഉണ്ട്. കോൺവെന്റ് ആണ്, പക്ഷെ ഇതല്ലേ സ്റ്റേറ്റ് സിലബസ് ആണ്. ആ കുട്ടിക്ക് എന്താന്ന് വെച്ചാൽ അവരുടെ സ്കൂളിൽ ഇംഗ്ലീഷ് 1, ഇംഗ്ലീഷ് 2 എന്ന് 2 പേപ്പേഴ്സ് ഉണ്ട്. ഇംഗ്ലീഷ് 1 എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ടെക്സ്റ്റ് ബുക്സിന്റെ ക്വസ്റ്റൻ ആൻസേഴ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ലെസൺസ് പഠിക്കുന്നുണ്ടല്ലോ അത്. ഇംഗ്ലീഷ് 2 എന്ന് പറയുന്നത് ഗ്രാമറിന് വേണ്ടി മാത്രം. അവർക്ക് ഗ്രാമറിന് ഒരു സെപ്പറേറ്റ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അത് വന്നിട്ട് സ്റ്റേറ്റ് സിലബസിന്റെ ടെക്സ്റ്റ് ബുക്ക് അല്ല, വേറെ എന്തോ ഒരു പബ്ലിക്കേഷന്റെ പ്രൈവറ്റ് ആയിട്ട് അവരുടെ സ്കൂളിൽ മാത്രം അങ്ങനെ ഒരു ഒന്ന് രണ്ട് പ്രൈവറ്റ് കോൺവെന്റ് സ്കൂൾസിൽ ഗ്രാമറിന് സെപ്പറേറ്റ് ഒരു പേപ്പർ അവർ എക്സാം ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ കുട്ടിക്ക് വന്നിട്ട് ഗ്രാമർ തീരെ ബേസ് ഇല്ലാത്തൊരു കുട്ടിയാണ്. അപ്പൊ ഞാൻ തന്നെ പേടിച്ചു. ആകെ ജൂലൈ എൻഡിലാണ് ജോയിൻ ചെയ്തത്. ഓക്കെ, ജൂലൈ എൻഡ്, ജൂലൈ ഒരു 20-ന് ശേഷമൊക്കെയാണ് ജോയിൻ ചെയ്തത്. അല്ല, സോറി, ജൂൺ അവസാനത്തിൽ ജോയിൻ ചെയ്തു. ഓഗസ്റ്റിൽ എക്സാം തുടങ്ങിയല്ലോ. ജൂൺ അവസാനത്തിൽ ജോയിൻ ചെയ്തു. അപ്പൊ ജൂലൈ ഒരു മാസം ക്ലാസ് കിട്ടി. ഓഗസ്റ്റ് ഒരു മിഡ് വരെയൊക്കെ ക്ലാസ് എടുക്കാൻ പറ്റി. ബിക്കോസ് എക്സാംസ് ആയതുകൊണ്ട് നടുവിൽ അങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പൊ 1.5 മാസം കൊണ്ട് എനിക്ക് എങ്ങനെ ഈ കുട്ടീനെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും? കാരണം കോവിഡിന്റെ ടൈമിൽ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ആ ബേസിക് ആയിട്ട് പഠിക്കേണ്ട കുറെ കാര്യങ്ങളെ കുട്ടിക്ക് പഠിക്കാൻ അത്ര ഒരു ഇത് കിട്ടിയിട്ടുണ്ടായ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആള് കുറച്ചൊരു ഇതുമാണ്, എന്താണ്, അറ്റൻറ്റീവ് ആയിട്ടിരിക്കുന്ന ഒരാളും അല്ല. സോ അങ്ങനെ ആയിരുന്നപ്പോ എന്ത് പറ്റി, ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു ഈ കുട്ടിയുടെ സ്കോർ എന്താവും. കാരണം ടെക്സ്റ്റ് ബുക്സിന്റെ കാര്യം പിന്നെ ഇയാൾ പഠിക്കും. ഗ്രാമർ സെപ്പറേറ്റ് ഒരു പേപ്പർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ബേസ് അത്യാവശ്യമുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഓക്കെ, ഹി ക്യാൻ റൈറ്റ്. പക്ഷെ തീരെ ബേസ് ഇല്ലാത്ത, നൗൺ എന്താന്ന് പോലും അറിയില്ല. സെവൻത്തിലാണ്, പക്ഷെ നൗൺ എന്താന്ന് പോലും ആ പാവ അതിന് അറിയില്ല എന്താന്നുള്ളത്. അത്രയും ആ കുട്ടിക്ക് ഒരു ഇത് കിട്ടിയിട്ടില്ല. അവസാനം എക്സാം ഒക്കെ അവൻ എഴുതി. 25-ലാണ് ഗ്രാമർ, മറ്റേത് 30. നിങ്ങളുടെ അതിൽ പോലെ ഇവർക്ക് ഗ്രാമർ ഇവർ സെപ്പറേറ്റ് കണ്ടക്ട് ചെയ്യുന്നതായതുകൊണ്ട് 25-ലാണ് 20 കിട്ടി ഈ കുട്ടിക്ക്. 20 ഔട്ട് ഓഫ് 25. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല ഇവൻ 20 എങ്ങനെ നേടിയെടുത്തു. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം റിഗറസ് ആയിട്ട് ഞാൻ അവന് ക്ലാസ് എടുത്തു, ട്രെയിനിങ് കൊടുത്തു. അപ്പൊ അവൻ എന്തോ എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സംഭവം അതാണ്, അവൻ എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവൻ ആ സ്കോർ ശരിക്കും കിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചാണ്. ഗ്രാമർ ഒന്നും അത്ര ഇതായിട്ട് പിള്ളേർ ഇരുന്ന് പഠിക്കുന്നതല്ല, അല്ലെ? ഇപ്പൊ നിങ്ങളുടെ കാര്യമാണെങ്കിലും അങ്ങനെയല്ലേ? ഗ്രാമർ പഠിക്കാൻ കുറച്ചൊരു ബോറടിക്കുന്ന കാര്യമാണോ? തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഗ്രാമർ ബോറിംഗ് ആണെന്ന്? എപ്പോഴെങ്കിലും അറ്റ് എനി പോയിന്റ്? എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കോളേജൊക്കെ ചെയ്യുന്ന ടൈമിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. കോളേജ് അല്ല, മോസ്റ്റ്ലി സ്കൂളിംഗ് ടൈമിലാണ് കൂടുതൽ തോന്നിയത്. കോളേജിന്റെ ടൈമിൽ അത്ര ഞങ്ങൾക്കൊരു, വീണ്ടും ആസ് ഐ ടോൾഡ് യു, ഈ കോവിഡിന്റെ ടൈം ആയിരുന്നു എന്റെ ഫൈനൽ ഇയർ ഒക്കെ. അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ കുട്ടിക്ക് വന്നിട്ട് 20 ഔട്ട് ഓഫ് 25 എന്ന് പറയുമ്പോൾ ജസ്റ്റ് A+ലേക്ക് എത്തുന്നില്ല. എ ആണ് ഇപ്പൊ അവൻ നിൽക്കുന്നത്. 5 മാർക്ക് ഈ കുട്ടിക്ക് എവിടെ പോയി എന്ന് ചോദിച്ചാൽ യു വിൽ വണ്ടർ. ഇമ്പറേറ്റീവ് സെന്റൻസസ് എന്നൊരു ടോപ്പിക് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇഷാൻ, എന്താണ്, വാട്ട് ആർ ഇമ്പറേറ്റീവ് സെന്റൻസസ്? കാൻ യു ജസ്റ്റ് എക്സ്പ്ലെയിൻ? ഇമ്പറേറ്റീവ് ഇമ്പറേറ്റീവ് സെന്റൻസസ്, യെസ്. ടൈപ്സ് ഓഫ് സെന്റൻസസിൽ തേർഡ് ടൈപ്പ്. ഓർമ്മയില്ല പക്ഷേ. ഓക്കെ, ഓപ്പൺ ദ ഡോർ, ഗോ ടു യുവർ ക്ലാസ്, സ്റ്റാൻഡ് അപ്പ്, സിറ്റ് ഡൗൺ, ഷട്ട് അപ്പ്. ഇതൊക്കെയാണ് ഇമ്പറേറ്റീവ് സെന്റൻസസ്. സോ വാട്ട് ആർ ദേ? കമാൻഡ്സ്.
So imperative sentences are basically orders, commands, requests, വാർണിംഗ്സ് എക്സെട്ര ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇമ്പറേറ്റീവ് സെന്റൻസസ് എന്ന് പറയാം. നമ്മളിത് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇമ്പറേറ്റീവ് സെന്റൻസസ് ഈ കുട്ടിക്ക് ലെസണിൽ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് യൂഷ്വലി എക്സാമ്പിൾസ് എഴുതാനാണല്ലോ ചോദിക്കുക. അല്ലെങ്കിൽ ഒരു പാസേജ് തന്നിട്ട് അതിൽ ഫൈൻഡ് ഔട്ട് ദ ഇമ്പറേറ്റീവ് സെന്റൻസസ് ഓർ നമ്മളോട് ഒരു 4 ഇമ്പറേറ്റീവ് സെന്റൻസസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറയും. എനി 4 ഇമ്പറേറ്റീവ് സെന്റൻസസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും യൂഷ്വലി നമ്മൾ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുക. ബട്ട് ഈ കുട്ടിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, റൈറ്റ് ഹൗ ടു മേക്ക് ആൻ ഓംലെറ്റ് യൂസിങ് ഇമ്പറേറ്റീവ് സെന്റൻസസ്. ഓംലെറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് ഇമ്പറേറ്റീവ് സെന്റൻസസ് വെച്ച് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. 7th പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന് ഓംലെറ്റ് പ്രിപ്പയർ ചെയ്യാൻ എത്രയായാലും അറിഞ്ഞൂന്ന് വരില്ല അല്ലെ? അതിനറിയോ ഹൗ ടു പ്രിപ്പയർ ആൻ ഓംലെറ്റ്? Yes or no? No. No. അപ്പോൾ നിന്നെക്കാട്ടിൽ 1 വയസ്സ് മുട്ടതേ ഉള്ളൂ ആ കുട്ടി. അപ്പോൾ ഡെഫിനറ്റ്ലി ഗേൾസ് ആണെങ്കിലും നമുക്ക് അറിയില്ല, പെൺകുട്ടികളാണെങ്കിലും ഈ ഏജിൽ യു ആർ നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ദ കിച്ചൺ ആൻഡ് യു ആർ നോട്ട് ലേണിംഗ് ഹൗ ടു കുക്ക്. അപ്പൊ ഈ കുട്ടിക്കാണെങ്കിൽ ഓംലെറ്റ് കുറച്ചൊക്കെ അവൻ എഴുതിയിട്ടുണ്ട്, ബട്ട് ആ സെക്ഷനിൽ അവന് മാർക്ക് പോയി, 5 മാർക്ക് ആ കുട്ടിക്ക് ഫുള്ള് പോയി. അപ്പോ അങ്ങനെ ഒരു ഇത് വന്നപ്പോ ആ കുട്ടിക്ക് മാർക്ക് ഒരു രീതിയിലും ചെയ്യാൻ പറ്റില്ല. ആകെ അവരുടെ ക്ലാസ്സിൽ ഒരു കുട്ടി മാത്രമേ ഫുള്ള് സ്കോർ ചെയ്തിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ആ 5 സ്കോർ ചെയ്ത കുട്ടി. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഗ്രാമർ എന്ന് പറയുന്നത് ലൈക്ക് ഇഫ് യു ആർ ഗെറ്റിംഗ് പ്രോപ്പർ ട്രെയിനിങ്, ശരിയായ ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഗ്രാമർ. ബിക്കോസ് ഗ്രാമറിൽ നിങ്ങൾക്ക് തിയറി ഇല്ല, ഐ മീൻ തിയറി ഉണ്ട്, ബട്ട് പഠിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് അത് അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇക്വേഷൻസ് ഇല്ല, ഫോർമുല ഇല്ല, കാൽക്കുലേഷൻസ് ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, മാക്സിമം നിങ്ങൾക്ക് കഴിയുന്നതും ഈ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഇപ്പൊ ഈ സൺഡേ ക്ലാസ് എന്ന് പറയുന്നത് ഒന്നിലും മോർണിംഗ് ആയിരിക്കും, നിങ്ങൾക്ക് October 12th മുതൽ നൈറ്റ് ആയിരിക്കും ക്ലാസ്, ദറ്റ് ഈസ് 8 o'clock. കാരണം ഈ പൂജ കഴിഞ്ഞ് October 12th മുതൽ എനിക്കൊരു ഇവിടെ ഒരു ഓഫീസിൽ എനിക്ക് പോയി വർക്ക് ചെയ്യാനുണ്ട്. അതായത് നമ്മൾ എല്ലാ സൺഡേസും നമ്മളൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഞാനും ഒരു സാറുമായിട്ട്. അപ്പൊ അതിന്റെ ഒരു കോച്ചിങ് നമ്മൾ സൺഡേസിന്, എല്ലാ സൺഡേസിനും സീനിയേഴ്സ് എൽഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പൊ അത് ഡേ ടൈം ഞാനൊരു 3 hours അതിലേക്ക് പോകും എനിക്ക്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് റെസ്റ്റ് ചെയ്ത് റിലാക്സ് ചെയ്തൊക്കെ കഴിഞ്ഞ് 8 മണിയാണെങ്കിൽ നിങ്ങൾക്കെല്ലാം കംഫർട്ടബിൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. 8 o'clock നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണേണ്ടി വരും. അതാണ് Sundays 8 PM. Will it be okay for that? Okay for you all? Yes. Yes. ഓക്കെ, ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ഇത് ഉണ്ടെങ്കിലും നമുക്കത് എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇൻ കേസ് സൺഡേ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഇന്ന് സൺഡേ ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നാൽ ഡോണ്ട് വറി, നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നില് സാറ്റർഡേസ് 8 PM അറ്റൻഡ് ചെയ്യാം, ദാറ്റ് ഈസ് സാറ്റർഡേസ് 8 o'clock തമിഴ്നാട് സ്റ്റുഡൻസിന് നമ്മൾ ഇതേ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ഇൻ ദാറ്റ് ഐ വിൽ ബി യൂസിങ് ഇംഗ്ലീഷ്, a little bit of Tamil, because majority Tamil students I don't, a little bit Tamil, but you can understand. Okay, so either you can attend that session, or on all Mondays at 8 o'clock we are having another spoken English class for students of North India, Maharashtra, Odisha എന്നുള്ള ആ സ്റ്റേറ്റ്സിൽ നിന്നൊക്കെയുള്ള സ്റ്റുഡൻസ്. In that I will be completely using English, don't worry. Only little bits and bits of Hindi, because spoken Hindi ഞാൻ അത്ര fluent അല്ല. But I can manage, I can speak, I can understand very well, but I can't very fluently speak like Tamil, Malayalam or English. Okay, അപ്പോൾ അതുകൊണ്ട് don't worry about that. Definitely നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇൻ കേസ് ഞാൻ പറയുന്നത് സൺഡേ ക്ലാസ് നമുക്ക് ഇല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ മറ്റേ 2 ക്ലാസ്സുകളുടെ ലിങ്ക് പോസ്റ്റ് ചെയ്യും. അപ്പൊ ഏതാണോ നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ കയറും. ഓക്കെ, ടോപ്പിക്സ് വന്നിട്ട് നമുക്ക് ഏകദേശം we are moving in the same level only. Okay, that is നിങ്ങൾക്ക് ഇന്നലെ I taught adjective formation for them. Today you are going to learn the same thing today. Okay, so don't miss the session. Weekly ഒരു ക്ലാസ് എന്തായാലും എങ്ങനെയെങ്കിലും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. Okay, yes. What about Shabna? ഷബ്നയ്ക്ക് ഇംഗ്ലീഷ് ഉണ്ടാവുമല്ലോ, +1 ആണ്. What's your score, Shabna? ഷബ്നയുടെ സ്കോർ എത്രയായിരുന്നു ഇംഗ്ലീഷില്?
കേൾക്കുന്നില്ലേ? ഓക്കെ ഫൈൻ. If you are not willing to tell, that's fine. No problem. Okay, അപ്പോൾ എന്തായാലും make use of the class. Okay, so now let's get into the session today. So adjective formation. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് adjectives എന്നുള്ള ഒരു ടോപ്പിക് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു കുറച്ച് രണ്ട് സെഷൻസ് മുമ്പ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ക്ലാസ് നമുക്ക് ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പ് സിനോണിംസ് ആൻഡ് ആന്റണിംസ് എന്നുള്ള ടോപ്പിക് ആയിരുന്നു. ഐ തിങ്ക് അത് അതിനകത്ത് മാത്രം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സെഷൻ, സിനോണിംസ് ആൻഡ് ആന്റണിംസ് അല്ലെ അതി? ലാസ്റ്റ് വീക്ക് അതെ, ലാസ്റ്റ് ക്ലാസ്സിന് ബിഫോർ ക്ലാസ് ആണ് ഞാൻ പറയുന്നത്. സോ അതിന് മുമ്പാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്. വാട്ട് ആർ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. സോ ഐ വിൽ ഡു വൺ തിങ്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ എന്ന രീതിയിൽ ആ ഒരു ഫസ്റ്റ് സ്ലൈഡ് മാത്രം ഞാനൊന്ന് വീണ്ടും റിവൈസ് ചെയ്യാം. സോ വാട്ട് ആർ അഡ്ജക്റ്റീവ്സ്? ഡെഫിനേഷൻ ഒന്നും നോക്കാണ്ട് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷാൻ, കൻ യു ഗിവ് എ ഡെഫിനേഷൻ? Adjectives. Yes, Miss. Adjectives are words that describe the features of a pronoun or noun. Very good. The adjectives are words that describe a feature of a pronoun or a noun. Very good. Okay. So adjectives എന്ന് വന്നിട്ട് നമുക്ക് describing words എന്നും പറയാം അല്ലെ. ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് ആയതുകൊണ്ട് നമുക്ക് അവരെ describing words എന്ന് പറയാം, ക്വാളിഫയിങ് വേർഡ്സ് എന്ന് പറയാം, പിന്നെ മോഡിഫയിങ് വേർഡ്സ് എന്നും പറയാം. മൂന്ന് പേരുകളിൽ നമുക്ക് അഡ്ജക്റ്റീവ്സിനെ വിളിക്കാം. ഡിസ്ക്രൈബിംഗ് വേർഡ്സ്, ക്വാളിഫയിങ് വേർഡ്സ് ആൻഡ് മോഡിഫയിങ് വേർഡ്സ്. ഇതൊക്കെ ഇവർ എന്താണ് ഈ ഡിസ്ക്രൈബ് ചെയ്യുക, മോഡിഫൈ ചെയ്യുക, ക്വാളിഫൈ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ നമുക്ക് ഇവരെ ഈ അഡ്ജക്റ്റീവ്സിനെ മൂന്ന് രീതികളിൽ നമുക്ക് പറയാം. ഓക്കെ, സോ നമുക്ക് വി നോ ദാറ്റ് ഒരുപാട് അഡ്ജക്റ്റീവ്സ് നമ്മൾ വി യൂസ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. നമ്മളത് വേറെ ലാംഗ്വേജിലായിരിക്കാം ചിലപ്പോൾ യൂസ് ചെയ്യുന്നത്, ബട്ട് അഡ്ജക്റ്റീവ്സ് എന്നുള്ളതിന് അത്രയും ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്, എസ്പെഷ്യലി ഇൻ അവർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ബി ഇറ്റ് ലിസണിങ് ഓർ സ്പീക്കിംഗ് ഓർ റീഡിങ് ഓർ റൈറ്റിംഗ്. എസ്പെഷ്യലി ഞാനിപ്പോൾ റൈറ്റിംഗും സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗിലേക്ക് വരാം. കാരണം നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാണ്. ഇപ്പോൾ നമ്മളൊരു ഷോറൂമിൽ പോയി, ഒരു ഇലക്ട്രോണിക് ഷോറൂമിൽ പോകുമ്പോൾ യു വാണ്ട് ടു ബൈ എ മൊബൈൽ ഫോൺ. സോ മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ സെയിൽസ് സ്റ്റാഫ് അല്ലെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ആ പേഴ്സൺ നിങ്ങൾക്കൊരു മോഡൽ ചൂസ് ചെയ്താൽ ആ മോഡലിനെ കുറിച്ചിട്ട് ഒരുപാട് ഡിസ്ക്രിപ്ഷൻസ് നിങ്ങൾക്ക് തരുന്നില്ലേ? ഇതിന്റെ ക്യാമറ അങ്ങനെയാണ്, പിക്ചർ ക്വാളിറ്റി അങ്ങനെയാണ്, സ്ക്രീൻ വിഡ്ത്ത് എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, പിന്നെ അതിന്റെ ഗ്രിപ്പിംഗ് എങ്ങനെയാണ്, സ്റ്റോറേജിനെ കുറിച്ച് പറയും, ദെൻ വാട്ട് എൽസ്, ബാറ്ററി ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയും, ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. സോ ദീസ് ആർ ഓൾ കൈൻഡ്സ് ഓഫ് അഡ്ജക്റ്റീവ്സ് ഓൺലി. ഓക്കെ, അപ്പോൾ ഹൈ ക്വാളിറ്റി HD പിക്ചേഴ്സ് കിട്ടും എന്നൊക്കെ പറയുന്നത് അഡ്ജക്റ്റീവ് തന്നെയാണ്. അവിടെ ഹൈ ഡെഫിനിഷൻ എന്ന് പറയുന്നത് അവിടെ അതിനെ ഡിസ്ക്രൈബ് ചെയ്യണം ആ പിക്ചേഴ്സ്. സോ സ്പീക്കിങ്ങിൽ എങ്ങനെയാണോ അഡ്ജക്റ്റീവ്സ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഒരു കസ്റ്റമറിനെ കൺവിൻസ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ്. ഓക്കെ, സോ കൺവിൻസിങ് ഇൻ ദ സെൻസ് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാന്നല്ല, അതിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. 2-3 മോഡൽസിനെ കുറിച്ച് അവർ ഡിസ്ക്രൈബ് ചെയ്യും, നമ്മൾ സെലക്ട് ചെയ്യുന്ന മോഡൽസിനെ. ഫൈനലി വിച്ച് എവർ ഇസ് ദ ബെസ്റ്റ് യു വിൽ ഗോ ഫോർ ദാറ്റ്. നിങ്ങളുടെ ബഡ്ജറ്റിനും നിങ്ങളുടെ ഒരു ചോയ്സിനും പ്രിഫറൻസിനും ഏതാണോ സൂറ്റബിൾ എന്ന് തോന്നുന്നത് യു ഗോ ഫോർ ദാറ്റ് മോഡൽ, റൈറ്റ്? സോ അതേപോലെ തന്നെ റൈറ്റിംഗിൽ വരികയാണെങ്കിൽ ഇമാജിൻ ദാറ്റ് നിങ്ങൾ ഇപ്പോൾ 9th-ലായി, ഒരാൾ 6th-ലാണ്. സോ ഡെഫിനറ്റ്ലി ഇപ്പൊ നിങ്ങൾക്ക് ഒന്ന് സ്റ്റോറി റൈറ്റിംഗ് ഉണ്ടാവും, ഒന്നിൽ ഇപ്പോൾ, ഓർ നിങ്ങൾക്ക് പാരഗ്രാഫ് റൈറ്റിംഗ് ഉണ്ടാവും. ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ യു വിൽ ഹാവ് ദിസ്. സോ സ്റ്റോറി റൈറ്റിംഗ് ഓർ പാരഗ്രാഫ് റൈറ്റിംഗ്. ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ ഇനി വരും, 6th-ലുള്ള ആൾക്ക് ഇനി വരും, 7th മുതൽ അല്ലെങ്കിൽ 8th മുതൽ വരും ക്യാരക്ടർ സ്കെച്ച്. അപ്പൊ ഇതിലൊക്കെ നമുക്ക് വന്നിട്ട് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഉണ്ടെങ്കിൽ അത്രയും നമ്മുടെ റൈറ്റപ്പിന് ഒരു കളർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ലൈക്ക് ദിസ് ഇസ് ലൈക്ക് ആഡിങ് മസാല ടു യുവർ ഫുഡ്. ഓക്കെ, പ്ലെയിൻ നൂഡിൽസ് വാങ്ങി നിങ്ങൾ, ലൂസ് നൂഡിൽസ് വാങ്ങി നിങ്ങൾ ജസ്റ്റ് സോൾട്ടും കുറച്ച് പെപ്പർ പൗഡറോ ചില്ലി പൗഡറോ മാത്രം ആഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നത്, അവർ ആ പാക്കറ്റിൽ തരുന്ന മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ നൂഡിൽസ് പ്രിപ്പയർ ചെയ്യുമ്പോഴും naturally which one will be tasty? The second one, masala ഉള്ളത് അല്ലേ? So adjectives are like adding masala to your write-ups.
ഓക്കെ, ഫ്രൈഡ് റൈസിന് നിങ്ങൾ മസാല ആഡ് ചെയ്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും, കൂടുതൽ കളർഫുൾ ആയിരിക്കും. ഓക്കെ, സോ വേർഡ്സ്, adjectives are words that describe and give additional information about nouns or pronouns. Nouns mean describe ചെയ്യും, pronouns mean adjectives നെ describe ചെയ്യാൻ പറ്റും. And they are also called qualifying words. And words such as big, small, good, bad, cruel, kind, bitter, sweet, etc. are all adjectives that tell you about the different qualities of a noun. ഇപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് വളരെ കുറച്ച് adjectives ലിസ്റ്റ് മാത്രമാണ്. Okay. Now, adjectives can be placed before or after a noun or a pronoun in a sentence. Position of an adjective നെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു adjective ഒരു സെന്റൻസിൽ എവിടെ പ്ലേസ് ചെയ്യണം. ചില റെഫറൻസസിൽ നിങ്ങൾ കാണാൻ വേർഡിന്റെ ആഫ്റ്റർ ആയിരിക്കും, നൗണിന്റെ ആഫ്റ്റർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട്, ചിലതിൽ വന്നിട്ട് ബിഫോർ ദ നൗൺസ് എന്ന് പറയുന്നുണ്ടാവും. ബട്ട് ഇറ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ ദ സെന്റൻസിന് ഞാൻ പറയുള്ളൂ. കാരണം നൗൺ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്, സബ്ജക്ട് നൗണും ഉണ്ട്, ഒബ്ജക്റ്റ് നൗണും ഉണ്ട് അല്ലേ. സബ്ജക്ട് നൗണും ഉണ്ട്, ഒബ്ജക്റ്റ് നൗണും ഉണ്ട്. അപ്പോൾ നമുക്ക് വന്നിട്ട് സബ്ജക്ട് നൗൺ നോക്കുകയാണെങ്കിൽ അതിന്റെ ആഫ്റ്ററേ അഡ്ജക്റ്റീവ്സ് വരുള്ളൂ. എന്നാൽ ഒബ്ജക്റ്റ് നൗണിന്റെ പൊസിഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ, ഒബ്ജക്റ്റ് നൗണിന് വിത്ത് റെസ്പെക്ട് ടു ഒബ്ജക്റ്റ് നൗൺ നമ്മൾ പറയുകയാണെങ്കിൽ ഒബ്ജക്റ്റ് നൗൺസിന്റെ ബിഫോറേ അഡ്ജക്റ്റീവ്സ് വരുള്ളൂ. ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓക്കെ, ഗീത ഈസ് എ pretty girl, അല്ലെങ്കിൽ ഗീത is a beautiful girl എന്ന് പറയാം. Okay, ഗീത is a beautiful girl. Okay, so what is the adjective here? Beautiful. Beautiful. So ഈ beautiful എന്നുള്ള വേർഡ് ഇപ്പൊ നോക്കാം, ഇതിന്റെ പൊസിഷൻ ഇപ്പൊ നടുവിൽ എവിടെയോ ആണ് വരുന്നത്. Now we have two nouns in this sentence. ഏതൊക്കെയാണ് ഈ സെന്റൻസിലെ നൗൺസ്? ഒരു നൗൺ കിട്ടിയാലും അത് പറയും. ഗീത, ഗേൾ. വെരി ഗുഡ്, ഗീത ആൻഡ് ഗേൾ. ഓക്കെ, അപ്പൊ ആദ്യമാണെന്നോട് ചോദിക്കാം, ഇതിൽ ഏതാണ് സബ്ജക്ട് നൗൺ, ഏതാണ് ഒബ്ജക്ട് നൗൺ? ഗീത ഇസ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്നാണ്, ഗീതയും ഗേളും നൗൺസ് ആണെന്ന് പറയുന്നു. അപ്പൊ അതിൽ ഏതാണ് സബ്ജക്ട് നൗൺ, ഏതാണ് വിച്ച് ഇസ് ദ ഒബ്ജക്ട് നൗൺ? ട്രൈ ചെയ്ത് നോക്കൂ ആദ്യം. സബ്ജക്റ്റ് ഗീത, ഒബ്ജക്റ്റ് ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ അഡ്ജക്റ്റീവ് ആണ്, ഒബ്ജക്റ്റ് ഗേൾ ആണ്. ഓക്കെ, ഗേൾ, ഗീത ഇസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. ഓക്കെ, ഏതായാലും ഓൾമോസ്റ്റ് യു ആർ കറക്റ്റ്. അപ്പൊ ഇവിടെ ഗീത എന്ന് പറയുന്ന സബ്ജക്ട് നൗൺ ഉണ്ട്, ഗേൾ എന്ന് പറയുന്ന ഒബ്ജക്ട് നൗൺ ഉണ്ട്. സോ നൗ നമ്മൾ ഈ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ അഡ്ജക്റ്റീവിന്റെ പൊസിഷൻ ഇപ്പൊ എവിടെയാണെന്ന് ശരിക്കും നിങ്ങൾ അനലൈസ് ചെയ്താൽ സബ്ജക്ട് നൗണിന്റെ ആഫ്റ്റർ ആണ് വരുന്നത്, റൈറ്റ്? ഗീത കഴിഞ്ഞിട്ടാണ് ബ്യൂട്ടിഫുൾ വരുന്നത്. എന്നാൽ ഗേൾ എന്ന് പറയുന്ന ഒബ്ജക്ട് നൗണിന്റെ ബിഫോർ അല്ലേ ബ്യൂട്ടിഫുൾ വരുന്നത്. അപ്പോൾ സബ്ജക്ട് നൗണിന്റെ ശേഷവും ഒബ്ജക്ട് നൗണിന്റെ മുൻപുമാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് അഡ്ജക്റ്റീവ്സ് വിൽ ഓൾവേസ് കം ബിഫോർ നൗൺസ് ഓർ ആഫ്റ്റർ നൗൺസ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഒരു ഡെഫിനറ്റ് റൂൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ബിക്കോസ് ആസ് ഐ ടോൾഡ് യു ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ. അതുകൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കാം, അഡ്ജക്റ്റീവ്സ് ക്യാൻ ബി പ്ലേസ്ഡ് ബിഫോർ ഓർ ആഫ്റ്റർ എ നൗൺ. ഓക്കെ, അപ്പൊ നൗണിന്റെ കാര്യത്തിൽ പ്ലീസ് മേക്ക് ദിസ് ക്ലിയർ. ഓക്കെ, മേക്ക് ഇറ്റ് ക്ലിയർ. ഇനിയിപ്പോ പ്രൊനൗൺസിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പ്രൊനൗൺസിന്റെ ആഫ്റ്ററേ വരുന്നു. ഫോർ എക്സാമ്പിൾ, ഹി ഈസ് എ സ്മാർട്ട് ബോയ്. സോ വാട്ട് ഇസ് ദ അഡ്ജക്റ്റീവ് ഹിയർ? അതിനകത്ത് പറയും ഹി ഈസ് എ സ്മാർട്ട് ബോയ്. അഡ്ജക്റ്റീവ് ഏതാണ്? സ്മാർട്ട്. വെരി ഗുഡ്, സ്മാർട്ട്. അപ്പൊ ഇവിടെ ഹി ഈസ് എ സ്മാർട്ട് ബോയ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രൊനൗൺ ഏതാണ് ഈ സെന്റൻസിൽ? What is the pronoun? He. So he is the pronoun. He is a smart boy എന്ന് പറയുന്നുണ്ട്. അപ്പൊ നാച്ചുറലി ഹി എന്നുള്ള വാക്ക് കഴിഞ്ഞിട്ടാണ് അവിടെ സ്മാർട്ട് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് വരുന്നത്. സോ ഫ്രം ദിസ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് പ്രൊനൗൺസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആഫ്റ്റർ ദി പ്രൊനൗൺസേ അഡ്ജക്റ്റീവ്സ് വരുന്നു. നൗൺസ് പോലെയല്ല ബിഫോർ ആൻഡ് ആഫ്റ്റർ വരാനുള്ള പോസിബിലിറ്റി ഇല്ല. പ്രൊനൗൺസ് വന്നാൽ മോസ്റ്റ്ലി ആഫ്റ്റർ ദ പ്രൊനൗൺസ് ആയിരിക്കും നമുക്ക് അഡ്ജക്റ്റീവ്സ് വരുന്നത്. ഓക്കെ, ഇപ്പൊ ഒബ്ജക്റ്റീവ് പ്രൊനൗൺസ് ഉണ്ട് നമുക്കറിയാം. ഇപ്പോ എന്താണ്? മീ, യു, ഹിം, ഹെർ, ഇറ്റ്, അസ് ആൻഡ് ദെം.
ഇവരൊക്കെ ഒബ്ജക്റ്റീവ് പ്രൊനൗൺസ് ആണ്. പക്ഷെ ഒബ്ജക്റ്റീവ് പ്രൊനൗൺസിന്റെ മുന്നിൽ അഡ്ജക്റ്റീവ്സ് വന്നതായിട്ട് നമുക്ക് അധികം റെഫറൻസസ് ഇല്ല. ഓക്കെ, നിങ്ങൾ ഒരുപാട് പൊസിഷനെ കുറിച്ചിട്ട് ബോധർ ആവണ്ട. ജസ്റ്റ് നൗണിന്റെതിൽ മെയിൻ ആയിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. അഡ്ജക്റ്റീവ്സ് ക്യാൻ കം എയ്തർ ബിഫോർ ഓർ ആഫ്റ്റർ എ നൗൺ. ആഫ്റ്റർ എ നൗൺ ആണെങ്കിൽ അത് സബ്ജക്ട് നൗൺ ആയിരിക്കും, ബിഫോർ എ നൗൺ ആണെങ്കിൽ അത് ഒബ്ജക്ട് നൗൺ ആയിരിക്കും. ക്ലിയർ ആക്കി വെക്കുക കേട്ടോ. Yes. After that, we studied that there are 8 types of adjectives in English. 8 types of adjectives ഉണ്ടെന്ന് പഠിച്ചു. അത് നിങ്ങൾക്ക് 6 types ആയിരുന്നു. ഓക്കെ, അതായത് adjectives of quality, adjectives of quantity, adjectives of number, then demonstrative adjectives, interrogative adjectives and possessive adjectives. ഈ 6 types അല്ലാണ്ട് നമ്മൾ വന്നിട്ട് ഒരു 2 ടൈപ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഉള്ളതാണ്, അപ്പൊ ഞാൻ അതും കൂടെ ചേർത്ത് 8 ടൈപ്സ് ആക്കിയതാണ്. ഒന്ന് വന്നിട്ട് പ്രോപ്പർ അഡ്ജക്റ്റീവ്സ് എന്ന് പറയും, മറ്റേത് വന്നിട്ട് അഡ്ജക്റ്റീവ്സ് ഓഫ് ടൈം ആൻഡ് പൊസിഷൻ. ടൈം ആൻഡ് പൊസിഷൻ നമുക്ക് ഒരുമിച്ച് പഠിക്കാനേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിന് നിങ്ങൾക്ക് പ്രോപ്പർ അഡ്ജക്റ്റീവ്സ് ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവില്ല. ഇതൊന്ന് ഞാൻ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. പ്രോപ്പർ നൗൺസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? വാട്ട് ആർ പ്രോപ്പർ നൗൺസ്? Can somebody define? എന്താണ് പ്രോപ്പർ നൗൺസ്? എടോ, നൗൺസിന്റെ ഫസ്റ്റ് ടൈപ്പ് ആണ് പ്രോപ്പർ നൗൺ. എന്താണത്? നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ലേ? അപ്പൊ നിങ്ങൾക്കത് അറിയില്ലേ? ഡെഫിനറ്റ്ലി ഒരു ക്ലാസ്സിൽ ഒരു കാര്യം പഠിച്ചാൽ പിന്നെ അത് ഉടനെ മറന്നു പോവുക എന്നുള്ള അത് നിങ്ങൾ മാറ്റണം. സ്കൂളിലൊക്കെ നിങ്ങൾക്ക് എത്ര കാര്യങ്ങൾ എടുക്കുന്നുണ്ട്? അപ്പൊ അതൊക്കെ നിങ്ങൾ ടീച്ചർ ഡെയിലി പഠിപ്പിച്ച് തന്നെ പഠിപ്പിക്കുവോ? ഇല്ലല്ലോ. നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് മാറ്റില്ലേ? ഓക്കെ, എനിവേസ് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് അറിയാത്തത് കൊണ്ട് ഐ ഹാവ് ടു എക്സ്പ്ലെയിൻ. പ്രോപ്പർ നൗൺസ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് nouns which name a specific place or a specific person. ഒരു particular person, particular place അല്ലെങ്കിൽ ഒരു particular brand, particular thingനെയൊക്കെ നെയിം ചെയ്യുന്നതാണ് പ്രോപ്പർ നൗൺസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രോപ്പർ നൗൺസിന്റെ ഡെഫിനേഷൻ ഇപ്പൊ ഞാൻ പറഞ്ഞു. ഒരു എക്സാമ്പിൾ തരാൻ പറ്റുമോ? ഒന്ന് പറയൂ. Ishan, can you give an example for a proper noun? Italy. Italy, very good. Okay, Italy is a proper noun. അതിനകത്തൊരു എക്സാമ്പിൾ തരൂ പ്രോപ്പർ നൗണിന്. കേട്ടില്ല ആദിന, can you please repeat? India. ഇന്ത്യ, ഗുഡ്. ഓക്കെ, നിങ്ങളുടെ നെയിംസ് തന്നെ പറയാം, പ്രോപ്പർ നൗൺസ് ആണല്ലോ. ആദിനാഥ്, ഇഷാൻ, ഇതെല്ലാം എന്താണ്? ഷബ്ന, ഇതെല്ലാം എന്താണ്? പ്രോപ്പർ നൗൺസ് ആണ്. ബിക്കോസ് ദേ ആർ നെയിംസ് ഓഫ് സ്പെസിഫിക് പീപ്പിൾ. ഓക്കെ, സോ പ്രോപ്പർ നൗൺസിൽ നിന്നും എടുക്കുന്ന അഡ്ജക്റ്റീവ്സിനെയാണ് പ്രോപ്പർ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി മറക്കരുത്, പ്രോപ്പർ നൗൺസ് എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ മറ്റുള്ള നൗൺസ് ഒന്നും നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പ്രോപ്പർ നൗൺസും കോമൺ നൗൺസും നിങ്ങൾ അറിഞ്ഞിരിക്കണം എപ്പോഴും. ഓക്കെ, സോ പ്രോപ്പർ അഡ്ജക്റ്റീവ്സ് ആർ ദോസ് വിച്ച് ആർ ഡിറൈവ്ഡ് ഫ്രം പ്രോപ്പർ നൗൺസ്. പ്രോപ്പർ നൗൺസ് എന്ന് എടുക്കുന്ന അഡ്ജക്റ്റീവ്സിനെ നമ്മൾ പ്രോപ്പർ അഡ്ജക്റ്റീവ്സ് എന്ന് പറയും. അപ്പൊ നിങ്ങൾ പറഞ്ഞു, ഇപ്പൊ ഇറ്റലി പറഞ്ഞു, ഒരാൾ ഇന്ത്യ പറഞ്ഞു. സോ ഇറ്റലി എന്നുള്ള വേർഡ് എന്നല്ലേ നമുക്ക് ഇറ്റാലിയൻ എന്നുള്ള വേർഡ് കിട്ടുന്നത്? ഇറ്റലിയിലുള്ളവരെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഇറ്റാലിയൻസ്. ഹി ഈസ് ആൻ ഇറ്റാലിയൻ, ഷീ ഈസ് ആൻ ഇറ്റാലിയൻ. ഓക്കെ, അവരുടെ ലാംഗ്വേജ്, ഇറ്റലിയിലെ ലാംഗ്വേജിനെ നമ്മൾ എന്താണ് പറയാ? വാട്ട് ഇസ് ദ ലാംഗ്വേജ് ഓഫ് ഇറ്റലി? ഇറ്റാലിയൻ നമുക്ക് പറയാം, അല്ലെങ്കിൽ അതിന്റെ ക്യാപിറ്റൽ ആണ് റോം, അതുകൊണ്ട് നമുക്ക് റോമൻ എന്നും പറയാം. ഇറ്റാലിയൻ, റോമൻ. അപ്പൊ സ്പെഷ്യൽ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് നമ്മൾ റോമിലുള്ളവരെയാണെങ്കിൽ നമ്മൾ റോമൻ എന്ന് പറയും. ഹി ഈസ് എ റോമൻ. ഓക്കെ, അല്ലെങ്കിൽ ലാംഗ്വേജ് ഇസ് റോമൻ പറയാം. റോമൻ നമ്പർ നമ്മൾ പഠിക്കുന്നില്ലേ മാത്സിലെ? റോമൻ നമ്പേഴ്സ് ഇങ്ങനെ ഇങ്ങനെ ഐ പോലെ ഇട്ടാൽ അത് 1, ക്യാപിറ്റൽ ഐ എഴുതിയാൽ 1, 2 ലൈൻ വരച്ച് ഇട്ടാൽ അത് 2. ഓക്കെ, സോ റോമൻ അല്ലെങ്കിൽ ഇറ്റാലിയൻ എന്നൊക്കെ പറയുന്നതാണ് പ്രോപ്പർ അഡ്ജക്റ്റീവ്സ്. ദാറ്റ് ഈസ് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കൺട്രിയുടെ പേരിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള വാക്കായതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് പറയുന്നു? പ്രോപ്പർ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നു. അപ്പൊ ഇന്ത്യ എന്നുള്ള വേർഡിൽ നിന്ന് നമുക്ക് ഇപ്പൊ എന്ത് പ്രോപ്പർ അഡ്ജക്റ്റീവ് കിട്ടും? അതിനകത്തൊന്ന് ട്രൈ ചെയ്തേ. Indian. ഇന്ത്യൻ, വെരി ഗുഡ്. ഫ്രം ഇന്ത്യ യു ഗെറ്റ് ഇന്ത്യ. ഗുഡ്.
ഇനിയിപ്പോ അതിന്റെ എക്സാമ്പിൾസ് ഇവിടെ പറയുന്നുണ്ട്. ചൈനയിൽ നിന്നും യു ഗെറ്റ് ചൈനീസ്. ചൈനീസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പീപ്പിളിനെയും നമ്മൾ അങ്ങനെ വിളിക്കുക. ചൈനയിലുള്ള പീപ്പിളിനെ ചൈനീസ് എന്ന് പറയും. അവരുടെ ലാംഗ്വേജിനെയും നമ്മൾ ചൈനീസ് എന്നാണ് പറയുക. അമേരിക്ക, ഫ്രം ദാറ്റ് യു ഗെറ്റ് അമേരിക്കൻ. അമേരിക്കൻ പീപ്പിൾ, അമേരിക്കൻസ് അങ്ങനെയും പറയാം. അവരുടെ ലാംഗ്വേജ് പിന്നെ ഇംഗ്ലീഷ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അമേരിക്കൻ ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ എടുത്ത് പറയാറുണ്ട്. സോ ദിസ് ഇസ് ഹൗ പ്രോപ്പർ അഡ്ജക്റ്റീവ്സ് ആർ ഫോം. അപ്പൊ പ്രോപ്പർ അഡ്ജക്റ്റീവ്സിന് ഇവിടെ കുറച്ച് ഡെഫിനേഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് റീഡ് ചെയ്യാം എന്ന്. ഓക്കെ, യെസ്. നമുക്ക് ഓരോ ടേൺ അങ്ങനെ റീഡ് ചെയ്യാം. ഫസ്റ്റ് ആദിനാഥ് റീഡ് ചെയ്താൽ ഒന്ന് ഇഷാൻ റീഡ് ചെയ്യാം. അങ്ങനെ. ഓക്കെ, ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ഇഷാൻ. ക്ലിയർ ആവുന്നുണ്ടോ അത് ഫോണ്ട്? Yes, miss. Jennifer visited the majestic Eiffel Tower in Paris. ഓക്കെ, ഇതില് ആക്ച്വലി ഞാനിത് പലപ്പോഴും ഞാൻ ഇതിന് ഇവരുടെ വെബ്സൈറ്റ്സിൽ നിന്ന് ഫോട്ടോസ് എടുക്കാറുണ്ട് ഈ ഒരു ഇതിന് വേണ്ടിയിട്ട്. പക്ഷെ ഇതിലൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഇവർക്ക്. പാരീസ് എന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ ആണ് കേട്ടോ. പാരീസ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് പ്ലേസ് അല്ലേ, ഒരു പർട്ടിക്കുലർ പ്ലേസ് ആണ്. അത് പ്രോപ്പർ അഡ്ജക്റ്റീവ് അല്ല. ഈഫിൾ ടവർ എന്ന് പറയുന്നതിലെ ഈഫിൾ വേണമെങ്കിൽ നമുക്ക് പ്രോപ്പർ അഡ്ജക്റ്റീവ് ആയിട്ട് എടുക്കാം. ആ ടവറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു എന്ന രീതിയിൽ ഈഫിൾ ടവറിന്റെ ഈഫിളിനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർ അഡ്ജക്റ്റീവ് ആയിട്ട് എടുക്കാം. പാരീസ് പ്രോപ്പർ നൗൺ ആണ്, അവർക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ ആദിന. The Great Wall of China is visible from space. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. സ്പേസിൽ പോലും ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ചൈനയിലെ ഫേമസ് ആയിട്ടുള്ളതാണ് ഗ്രേറ്റ് വാൾ. നമ്മൾ എവിടെയെങ്കിലും വലിയ മതിലൊക്കെ കെട്ടുണ്ടെങ്കിൽ ഇവിടെ ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയോ എന്ന് പറയും ചിലപ്പോൾ തമാശയ്ക്ക്. സോ ഇവിടെയും അതേപോലെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ചൈന എന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ ആണ്, ബിക്കോസ് ഇറ്റ്സ് എ കൺട്രി. ഗ്രേറ്റ് വാൾ എന്ന് പറയുന്നതാണ് പ്രോപ്പർ അഡ്ജക്റ്റീവ്. ഓക്കെ, ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. അപ്പൊ ഗ്രേറ്റ് വാൾ എന്ന് പറയുന്ന പാർട്ടാണ്. ആ വാളിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു പേര് കൊടുത്തിട്ട്. സോ ഗ്രേറ്റ് വാൾ എന്നത് മാത്രം പ്രോപ്പർ അഡ്ജക്റ്റീവ് ആയിട്ട് എടുക്കാം. ഐ തിങ്ക് ഇനിയുള്ളതിലൊന്നും ആ മിസ്റ്റേക്സ് വരുന്നില്ല എന്നാണ് ഞാൻ ഗസ് ചെയ്യുന്നത്. നോക്കാം. നെക്സ്റ്റ് ഇഷാൻ റീഡ് ചെയ്ത്. We enjoyed a traditional Japanese tea ceremony. Yes. So Japanese tea ceremony. So it's a ceremony or it's a culture from Japan. അതുകൊണ്ട് ജാപ്പനീസ് എന്ന് പറയുന്ന വേർഡ് ജപ്പാൻ എന്ന പ്രോപ്പർ നൗൺ എന്ന് വരുന്നതാണ്. സോ പ്രോപ്പർ അഡ്ജക്റ്റീവ്. ആദി. The Nile River is the longest river in the world. ഓക്കെ, നൈൽ റിവർ ഇമ്പോർട്ടന്റ്. അപ്പൊ നൈൽ എന്നുള്ളതാണ് അവിടുത്തെ പ്രോപ്പർ അഡ്ജക്റ്റീവ് ആയിട്ട് എടുക്കുന്നത്. നൈൽ റിവർ എന്നുള്ളതിന് ഒരുമിച്ച് എടുത്താൽ അത് പ്രോപ്പർ നൗൺ തന്നെയാണ്. ഓക്കെ, പക്ഷെ നൈൽ എന്ന പേര് മാത്രം നമ്മൾ എടുക്കുമ്പോൾ, ഈഫിൾ ടവറിൽ ഈഫിളിനെ മാത്രം എടുത്തത് പോലെ നൈൽ റിവറിൽ നൈൽ എന്നത് മാത്രമായിട്ട് എടുക്കുമ്പോൾ അതൊരു പ്രോപ്പർ അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, വിച്ച് ഇസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ? എനിവൺ? This is for your knowledge. The grammar അല്ല, general knowledge. Ganga, yes, Ganga or the Ganges. Okay, one last question. What is the longest river in Kerala? Or which is the longest river in Kerala? Periyar. Very good, Periyar. Okay. How many rivers are there in Kerala? 44. Super, very good, very good. Okay. Next question. ആരാണ് അടുത്തത്? ആദി അല്ല, സോറി, ഇഷാൻ. Pablo Picasso was a famous Spanish painter. പിക്കാസോ ഫേമസ് സ്പാനിഷ് പെയിന്റർ ആണ്. ഇപ്പൊ സ്പാനിഷ് എന്ന് പറയുമ്പോൾ ഈസ് ഫ്രം സ്പെയിൻ. ഓക്കെ, അപ്പൊ സ്പാനിഷ് ആണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ്. ആദി. She brought a beautiful Persian rug for her living room. റഗ് ആണ്, റഗ്. റഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അതല്ലേ കമ്പിളി എന്നൊക്കെ പറയില്ലേ, അതിന്റെ ഒരു കുറച്ചും കൂടെ ഒരു ഹെവി ആയിട്ടുള്ളതിനെ നമ്മൾ റഗ് എന്ന് പറയും. ഓക്കെ, നല്ലോണം നമുക്ക് ഈ വിന്റർ സീസണിലൊക്കെ ഹീറ്റ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന, തണുപ്പ് തടയാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് റഗ്. സോ ഷീ ബോട്ട്, നമ്മളെ ബ്രോട്ട് അല്ല, ബോട്ട് ആണ് കേട്ടോ. BOUGHT, ബോട്ട്. സോ ഷീ ബോട്ട് എ ബ്യൂട്ടിഫുൾ പേർഷ്യൻ റഗ് ഫോർ എ ലിവിംഗ്. അപ്പൊ പേർഷ്യ എന്നുള്ള കൺട്രിയിൽ നിന്നാണ് അത് എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇഷാൻ. The Swiss Alps are known for their breathtaking views. സ്വിസ് ആൽപ്സ്, അതായത് ആ വലിയ മൗണ്ടൻ റേഞ്ചസിനാണ് സ്വിസ് ആൽപ്സ് എന്ന് പറയുന്നത്. സ്വിസ് എന്ന് പറയുന്നത് അതുപോലെ അവിടുത്തെ പ്രോപ്പർ അഡ്ജക്റ്റീവ് ആണ്. ആൻഡ് ബ്രെത്ത് ടേക്കിംഗ് മീൻസ് സംതിങ് ദാറ്റ് ഇസ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. ഭയങ്കര ക്യാപ്റ്റിവേറ്റിംഗ് ബ്യൂട്ടി, അതിമനോഹരമായതിനാണ് ബ്രെത്ത് ടേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം
My favorite movie is directed by an Italian filmmaker. ഇറ്റാലിയൻ ആണ് അവിടുത്തെ adjective. നെക്സ്റ്റ് ഇഷാൻ. He attended a prestigious British university. ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റി, ബ്രിട്ടനിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയെ ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നു. പ്രസ്റ്റീജിയസ് എന്ന് പറഞ്ഞാൽ വളരെ പേര് കേട്ട, ഫേമസ്, പോപ്പുലർ ആയ, ഓക്കെ, ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള അതിനെയാണ് പ്രസ്റ്റീജിയസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആദി. The Taj Mahal is a stunning Indian monument. മോണുമെന്റ് കറക്റ്റ്. മോണുമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്, പഴയ കാലത്തെ പുരാതനമായ ഒരു കെട്ടിടം. ഓക്കെ, സോ താജ്മഹലില് താജ് മാത്രമാണ് അവർ എടുക്കുന്നത്. മഹൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതൊരു ഹിന്ദി വേർഡാണ്. മഹൽ എന്ന് പറഞ്ഞാൽ എന്താണ്, പാലസ് എന്നാണ് മീനിങ്. മഹൽ, രാജ്മഹൽ, താജ്മഹൽ, ഹവാമഹൽ, കുറേ മഹലുകൾ നിങ്ങൾക്ക് ഹിസ്റ്ററിയിലൊക്കെ പഠിക്കാനുണ്ടാവും, സോഷ്യൽ സ്റ്റഡീസിൽ. അപ്പൊ മഹൽ എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് എ നൗൺ. ശരിക്കും പറഞ്ഞാൽ അതൊരു ഹിന്ദി വേർഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, പാലസ് എന്നുള്ളതിനുള്ള ഹിന്ദി വേർഡാണ് മഹൽ. ഓക്കെ, താജ് എന്നുള്ളത് അതിന്റെ പേര് വന്നത്, താജ് എന്നുള്ളത് ഇപ്പൊ അതിനൊരു പ്രോപ്പർ അഡ്ജക്റ്റീവ്, ഒരു ഡിസ്ക്രൈബിംഗ് വേർഡ് ആയിട്ട് എടുക്കുന്നുണ്ട്. ആൻഡ് ഇന്ത്യൻ അഗെയിൻ അഡ്ജക്റ്റീവ് ആണ്. ഇഷാൻ. We sampled delicious Mexican cuisine at the restaurant. Cuisine എന്ന് പറഞ്ഞാല് ഡിഷസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിഷസ്. മെക്സിക്കൻ cuisine പറയുമ്പോൾ മെക്സിക്കോയിൽ നിന്നുമുള്ള ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വെറൈറ്റി ഡിഷസ് ഞങ്ങൾ ട്രൈ ചെയ്തു എന്നാണ് പറയുന്നത്. ആദി. The ancient Egyptian pyramids are wonders of the world. വെരി ഗുഡ്. ഈജിപ്ഷ്യൻ എന്ന് പറയുമ്പോൾ ഏത് കൺട്രി എന്നാണ്? ഈജിപ്റ്റ് എന്നാണ് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇഷാൻ. He gifted her a rare African necklace. ഇത് ഞാൻ പറയണ്ട, നിങ്ങൾക്ക് തന്നെ മനസ്സിലായിണ്ടാവും. ഓക്കെ, ആദി. She wore a stylish French beret in the parade. വായിക്കി, കംപ്ലീറ്റിംഗ്. ഇൻ ദ പരേഡ്. വായിക്കൂ. in the parade. പരേഡ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ പോവില്ലേ ഈ ഇതിനൊക്കെ, സ്പോർട്സ് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ എന്നൊക്കെ ഇങ്ങനെ നീള ലോങ് ആയിട്ട് ഇങ്ങനെ കുട്ടികൾ പോവില്ലേ? അതിൽ ഇതുപോലെ മറ്റേതാണ് മാർച്ച് പാസ്റ്റ് ഒക്കെ പോലെ, ദാറ്റ് ഈസ് എ പരേഡ്. ഓക്കെ, അപ്പൊ എന്താണ് ഫ്രഞ്ച് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഫ്രാൻസ് എന്നുള്ള കൺട്രിയിൽ നിന്ന് ഡിറൈവ് ചെയ്ത വേർഡാണ് ഫ്രഞ്ച്. ഫ്രഞ്ച് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പീപ്പിൾ നെയിം നമ്മൾ ഫ്രഞ്ച് എന്ന് പറയും, അവിടുത്തെ ലാംഗ്വേജ് നെയിം ഫ്രഞ്ച് എന്നാണ് പറയുക. അവിടുത്തെ എന്തെങ്കിലും ഒരു ഫേമസ് ആയിട്ടുള്ളൊരു തിങ്സോ അല്ലെങ്കിൽ ആന്റിക് പീസസോ നമുക്ക് ആരെങ്കിലും കൊണ്ടുതരികയാണെങ്കിൽ അതിനെയും നമ്മൾ ഫ്രഞ്ച് പറയും. ബെററ്റ് എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഓർണമെന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്തോ വായിച്ചൊരു ഓർമ്മ എനിക്കുണ്ട്. സോ ഫ്രഞ്ച് ബെററ്റ്. ഇപ്പൊ എനിക്ക് ഫ്രാൻസിൽ നിന്ന് ഒരാൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്രേസ്ലെറ്റ് വാങ്ങിക്കൊണ്ട് തന്നു, അപ്പൊ എനിക്ക് പറയാം ഫ്രഞ്ച് ബ്രേസ്ലെറ്റ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇഷാൻ. The German car industry is renowned for its quality. German from Germany. Okay, Adi. Our vacation home is the charming Austrian countryside. ഓസ്ട്രിയൻ എന്ന് പറയുന്നത് ഓസ്ട്രിയ എന്ന് പറയുന്ന കൺട്രിയിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള അഡ്ജക്റ്റീവ് ആണ്. ഓസ്ട്രേലിയ അല്ല, ഓസ്ട്രിയ. ഓക്കെ, ഡിഫറൻസ് ഉണ്ട്, രണ്ട് കൺട്രീസ് ആണ് കേട്ടോ. ഇഷാൻ. The Australian outback is vast and wild. Australian, this is from Australia. Okay, അടുത്തത് ആദി. We enjoyed Swiss chocolates during our trip to Zurich. ഓക്കെ, Zurich എന്ന് പറയുന്നത് ആക്ച്വലി അവിടെയാണ് ഒരു മിസ്റ്റേക്ക് ഉള്ളത്. സ്വിസ് ചോക്ലേറ്റ്സ് എന്ന് പറയുന്നതിൽ നമുക്ക് ഇവിടെ വി എൻജോയ്ഡ് സ്വിസ് ചോക്ലേറ്റ്സ് ഡ്യൂറിങ് അവർ ട്രിപ്പ് ടു സൂറിച്ച്. സൂറിച്ച് എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിലെ ഒരു സ്ഥലമാണ്. ഓക്കെ, അതൊരു സിറ്റിയാണ് സൂറിച്ച് എന്ന് പറയുന്നത്. അപ്പൊ സൂറിച്ച് വന്നിട്ട് ഒരു പ്രോപ്പർ നൗൺ ആണ്. അപ്പൊ ഇവിടെ ഏതായിരിക്കും പ്രോപ്പർ അഡ്ജക്റ്റീവ് വരുന്നത്? ഒന്ന് ഗസ് ചെയ്തേ. അവർക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. സൂറിച്ച് അല്ല, ഏതാടാ? സ്വിസ് ആണ്. സ്വിസ് ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ്സ് ഫ്രം സ്വിറ്റ്സർലാൻഡ്.
സ്വിസ് എന്നുള്ള വാക്കാണ് ഇവിടുത്തെ പ്രോപ്പർ അഡ്ജക്റ്റീവ്. അതാണ് എനിക്ക് 2-3 മിസ്റ്റേക്സ് കണ്ടൊരു ഓർമ്മയുണ്ടായിരുന്നു. ഫസ്റ്റ് 2 സെന്റൻസസിലും പിന്നെ ഈ ഒരു സെന്റൻസിലും അത് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഫോർ ഇഷാൻ. The Brazilian carnival is a spectacular event. Spectacular means again something that is very captivating, breathtaking. സ്പെക്ടാക്കുലർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാഴ്ച സുന്ദരമായ സുന്ദരമായ ഒരു വളരെ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് തരുന്ന ഒരു ഇവന്റിനെയൊക്കെയാണ് നമ്മൾ സ്പെക്ടാക്കുലർ എന്ന് പറയുന്നത്. ബ്രസീലിയൻ കാർണിവൽ, ബ്രസീലിയൻ എന്ന് പറയുമ്പോൾ ബ്രസീൽ എന്നുള്ള കൺട്രീനെ ഡിറൈവ് ചെയ്തു. ലാസ്റ്റ് ആദ്യം The Chinese New Year celebrations are vibrant and colorful. Vibrant and colorful. വൈബ്രന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഗ്ലിറ്ററിങ്, ഭയങ്കര ഒരു ഷൈനിങ് ഉള്ള അല്ലെങ്കിൽ ഭയങ്കര ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഇവന്റിനെയാണ് വൈബ്രന്റ് എന്ന് പറയാം. സംതിങ് ദാറ്റ് ഇസ് കളർഫുൾ. ഓക്കെ, അതിനെയും പറയാം. വൈബ്രന്റ് എന്ന് പറഞ്ഞാൽ കളർഫുൾ എന്നുള്ളൊരു സിനോണിമും കൂടെ ഉണ്ട്. ഓക്കെ, സോ ചൈനീസ് ന്യൂ ഇയർ സെലിബ്രേഷൻസ് എന്ന് പറയുമ്പോൾ ചൈനീസ് ഇസ് ദ പ്രോപ്പർ അഡ്ജക്റ്റീവ് ടേക്കൺ ഫ്രം ദ വേർഡ് ചൈന. ഓക്കെ, സോ നമ്മൾ പ്രോപ്പർ അഡ്ജക്റ്റീവ്സ് നോക്കി. ഇനി അഡ്ജക്റ്റീവ്സ് ഓഫ് ടൈം ആൻഡ് പൊസിഷൻ. ഇത് ഞാൻ നിങ്ങൾക്ക് എടുത്തതായിരുന്നു. ഡു യു റിമെമ്പർ? എടുത്തിട്ടില്ല. ഓക്കെ, ഫസ്റ്റ് 6 ടൈപ്സ് മാത്രമാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. 7ഉം 8ഉം നമുക്ക് നോക്കണം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഉണ്ടാവും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ അഡ്ജക്റ്റീവ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ അഡ്ജക്റ്റീവ്സ് ഓഫ് ടൈം ആൻഡ് പൊസിഷൻ. ബേസിക്കലി നമ്മൾ വന്നിട്ട് ടൈം, നമ്മൾ ക്ലോക്ക് ടൈം പറയും അല്ലെ. ക്ലോക്ക് ടൈം പറയുമ്പോൾ എക്സാക്ട് ടൈം. ഫോർ എക്സാമ്പിൾ നൗ ദ ടൈം ഇസ് 10:45 AM. ഇതൊരു ക്ലോക്ക് ടൈം ആണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയുന്നത് ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്, അറ്റ് നൈറ്റ്, പിന്നെ അറ്റ് നൂൺ, മിഡ് നൈറ്റ് എന്നൊക്കെ പറയും. ഇതല്ല അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അവരെല്ലാം ഇത്രയും നേരം ഞാൻ പറഞ്ഞതെല്ലാം വന്നിട്ട് പ്രിപ്പോസിഷൻസിന്റെ പാർട്ടായിട്ട് വരുന്നവരാണ്. അല്ലെങ്കിൽ ഇവരൊക്കെ ഒരു ദിവസത്തിന്റെ അല്ലെങ്കിൽ ഒരു ഡേയിന്റെ ഡിഫറെന്റ് പീരിയഡ്സ് ആണ്. ഓക്കെ, അത് ക്ലോക്ക് ടൈം ആണെങ്കിലും അല്ലാത്ത മറ്റേ മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ അങ്ങനെ പറയുകയാണെങ്കിൽ. അപ്പൊ അഡ്ജക്റ്റീവ്സ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ ഒരു 5 വേർഡ്സേ പഠിക്കാനുള്ളൂ. ലേറ്റർ, ലേറ്റസ്റ്റ്, യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമോറോ. ഇതൊക്കെയാണ് ലേറ്റർ, ലേറ്റസ്റ്റ്, യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമോറോ ആർ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ടൈം. ഇവരെ നിങ്ങൾ അഡ്വേർബ്സ് ആയിട്ടും ഒരു ചില റെഫറൻസസിൽ പഠിക്കും. യെസ്റ്റർഡേ, ടുഡേ, ടുമോറോ ഇവരൊക്കെ അഡ്ജക്റ്റീവ്സ് ഓഫ് ടൈം എന്ന് പറയുന്ന പോലെ അഡ്വേർബ്സ് ഓഫ് ടൈം എന്നും ഇവരെ പറയാറുണ്ട്. ഓക്കെ, സോ ഇവർ വന്നിട്ട് നമുക്ക് എന്തോ അഡ്ജക്റ്റീവ്സ് ആണെങ്കിലും അഡ്വേർബ്സ് ആണെങ്കിലും ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്നവരാണെന്ന് മനസ്സിലാക്കിയാൽ മതി. സോ 5 വേർഡ്സ് ആണ്. വാട്ട് ആർ ദേ? ലേറ്റർ, ലേറ്റസ്റ്റ്, യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമോറോ. ഇനി നമുക്ക് അഡ്ജക്റ്റീവ്സ് ഓഫ് പൊസിഷനിലേക്ക് വരാം. പൊസിഷൻ പറയാൻ ആകെ 3 വേർഡ്സേ ഉള്ളൂ. ലാറ്റർ, ലാസ്റ്റ് ആൻഡ് നെക്സ്റ്റ്. ലാറ്റർ, ലാസ്റ്റ് ആൻഡ് നെക്സ്റ്റ് ഇൻഡിക്കേറ്റ് അഡ്ജക്റ്റീവ്സ് ഓഫ് പൊസിഷൻ. അപ്പൊ ഇതിൽ നോക്കൂ മക്കളെ, അഡ്ജക്റ്റീവ്സ് ഓഫ് ടൈമിൽ നിങ്ങൾക്കൊരു ലേറ്റർ എന്നൊരു വേർഡ് ഉണ്ട്. അഡ്ജക്റ്റീവ്സ് ഓഫ് പൊസിഷനിൽ ലാറ്റർ എന്നൊരു വേർഡ് ഉണ്ട്. ഈ ലേറ്ററും ലാറ്ററും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലേറ്റർ ആൻഡ് ലാറ്റർ? എനിവൺ? നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾക്ക് പറയാം. ലാറ്റർ എന്നുള്ള വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, വാട്ട് അബൌട്ട് ഇഷാൻ? കേട്ടിട്ടുണ്ട്, പക്ഷെ അർത്ഥം അറിഞ്ഞൂടാ. ഓക്കെ, സോ സി ലാറ്റർ മീൻസ് നത്തിങ് ബട്ട് രണ്ടാമത്തത് എന്നുള്ള മീനിങ് ആണ്. സെക്കൻഡ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, മൈ ഫ്രണ്ട് ആൻഡ് ഐ വെന്റ് ടു ദ മാർക്കറ്റ് ആൻഡ് അല്ല, ഞാൻ എന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. മൈ ഫ്രണ്ട് ആൻഡ് മൈ ബ്രദർ വെന്റ് ടു ദ മാർക്കറ്റ് ആൻഡ് ദ ലാറ്റർ ബിക്കേം സോ ടയേർഡ്. എന്റെ ഫ്രണ്ടും എന്റെ ബ്രദറും കൂടെ മാർക്കറ്റിലേക്ക് പോയി ആൻഡ് ദ ലാറ്റർ ബിക്കേം സോ ടയേർഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ രണ്ടാമതായിട്ട് മെൻഷൻ ചെയ്യുന്നത് ആരാണ്? മൈ ഫ്രണ്ട് ആൻഡ് മൈ ബ്രദർ. സോ ഹു ഈസ് ദ ലാറ്റർ? ബ്രദർ. മൈ ബ്രദർ ആണ്. അപ്പൊ അയാളെയാണ് ഞാൻ ഇവിടെ ലാറ്റർ എന്നുള്ള വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞ ആളെയാണ് എനിക്ക് മെൻഷൻ ചെയ്യേണ്ടതെന്ന് വിചാരിക്കൂ. മൈ ഫ്രണ്ട് ആൻഡ് മൈ ബ്രദർ വെന്റ് ടു ദ മാർക്കറ്റ് ബട്ട് ദ
ലാറ്റർ ബിക്കെയിം സോ ടയേർഡ് എന്ന് പറയുന്ന പോലെ ആദ്യത്തെ ആളെ പറയണമെന്നുണ്ടെങ്കിൽ അതിനും ഒരു വേർഡ് ഉണ്ട്, ഫോർമർ. ഫോർമർ. ഓക്കെ. ദ ഫോർമർ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, ദ ഫോർമർ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് എന്നൊക്കെ നമ്മൾ പറയുന്നില്ല, മുൻ മുഖ്യമന്ത്രി, റൈറ്റ്? സഖാവ് വി എസ് അച്യുതാനന്ദൻ വാസ് ദ ഫോർമർ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. കറക്റ്റ് അല്ലേ? കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ, അങ്ങനെയല്ലേ പറയുന്നത്? അപ്പൊ ഫോർമർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ അഡ്ജക്റ്റീവ്സിൽ പറയുകയാണെങ്കിൽ അതും ഒരു അഡ്ജക്റ്റീവ് ആണ്, ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യാം ഇതില്. ആക്ച്വലി അവർ ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല. ഫോർമർ, ലാറ്റർ രണ്ടും അഡ്ജക്റ്റീവ്സ് ആണ്. പിന്നെ ലാസ്റ്റ്, നെക്സ്റ്റ്. ഫോർമർ എന്ന് പറഞ്ഞാൽ ആദ്യം ഉദ്ദേശിക്കുന്ന ആള് ഒരു സെന്റൻസിൽ, ലാറ്റർ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ആയിട്ട് നമ്മൾ ആരെയാണ് എഴുതുന്നത് അവർ. ഓക്കെ. സോ അഡ്ജക്റ്റീവ്സ് ഓഫ് പൊസിഷൻ. അപ്പൊ ഇതൊക്കെ ശരിക്കും എന്താണ്? പൊസിഷൻസ് അല്ലേ? ഫോർമർ എന്ന് പറഞ്ഞാൽ മുമ്പിലുള്ള ആള്, ലാറ്റർ എന്ന് പറഞ്ഞാൽ രണ്ടാമത് ലാസ്റ്റിൽ വരുന്ന ആള്. പൊസിഷൻസ് അല്ലേ ഇതൊക്കെ? സോ ലാറ്റർ, ഫോർമർ, ലാസ്റ്റ് ആൻഡ് നെക്സ്റ്റ് ഇൻഡിക്കേറ്റ് പൊസിഷൻ. ഇനി ക്ലിയർ ആവുമല്ലോ? ലാറ്റർ എവിടെയെങ്കിലും കണ്ടാലും മീനിങ്? യെസ്, ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് ഒന്ന് റീഡ് ചെയ്യാം. ഇഷാൻ ഫസ്റ്റ് 2 റീഡ് ചെയ്തു. ഫസ്റ്റ് 2 സെന്റൻസസ് ഇഷാൻ റീഡ് ചെയ്തു. Please remind me later about the letter. Next. Could you please turn on the TV for the latest news flash? Okay. So please remind me later about the letter. ലെറ്ററിനെ കുറിച്ചിട്ട് എന്നെ കുറച്ച് കഴിഞ്ഞ് ഓർമ്മിപ്പിക്കൂ. ലേറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ്, LATER. പിന്നെ കുഡ് യു പ്ലീസ് ടേൺ ഓൺ ദ TV ഫോർ ദ ലേറ്റസ്റ്റ് ന്യൂസ് ഫ്ലാഷ്. ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് അറിയാൻ വേണ്ടി ഒന്ന് TV ഓൺ ചെയ്യൂ. ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോ, അടുത്ത അല്പസമയത്തിൽ, അല്ലെങ്കിൽ കുറച്ചു നേരം മുമ്പ്, അല്പസമയത്തിനകം നടന്ന കാര്യങ്ങൾ അല്ലേ? ഓക്കെ. ഇനിയിപ്പോ നമുക്ക് തേർഡ് വൺ ആദ്യ റീഡിങ്, തേർഡും ഫോർത്തും. Between Rajiv and Raji, I think the latter is more proficient in English. Speaking is the last thing that Ram wants to try. Okay. അപ്പൊ ബിറ്റ്വീൻ രാജീവ് ആൻഡ് രാജി, രാജീവിനും രാജിന്റെയും ഇടയിൽ നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ദ ലാറ്റർ ഇസ് മോർ പ്രൊഫിഷ്യന്റ് ഇൻ ഇംഗ്ലീഷ്. ലാറ്റർ ആണ് ഇംഗ്ലീഷിൽ കൂടുതൽ പ്രാവീണ്യമുള്ള അല്ലെങ്കിൽ പ്രൊഫിഷ്യന്റ് ആയിട്ടുള്ള ആള്. അപ്പൊ ആരാണ് ഇവിടെ ലാറ്റർ ആയിട്ട് വരുന്നത്? ആദി? രാജി. വെരി ഗുഡ്, രാജിയാണ് അല്ലെ? അപ്പൊ രണ്ടാമത് പറയുന്ന ആള്. ഇപ്പൊ ഫോർമർ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അത് രാജീവ് ആവുമായിരുന്നു. ലാറ്റർ എന്ന് പറയുമ്പോൾ ദ സെക്കൻഡ് subject. Okay, so between Rajiv and Raji, I think the latter is proficient in English, more proficient in English. Yeah, speaking is the last thing that Ram wants to try. Raman ഇനി ആകെ ട്രൈ ചെയ്ത് നോക്കാനുള്ളത് സ്പീക്കിംഗ് മാത്രമാണ്. ഇനി ലാസ്റ്റ് വൺ, ഗെറ്റ് റെഡി ഫോർ ദ നെക്സ്റ്റ് റൗണ്ട് ഓഫ് കോമ്പറ്റീഷൻ. നെക്സ്റ്റ് മീൻസ് അറിയാലോ, അടുത്തത് എന്നുള്ള മീനിങ്. അപ്പൊ അഡ്ജക്റ്റീവ്സ് ഓഫ് ടൈം ആൻഡ് പൊസിഷൻ വളരെ സിമ്പിൾ ആണ്. ആ വേർഡ്സുകൾ മാത്രം നിങ്ങൾ ഓർത്താൽ മതി. എവിടെ അവർ ആ വേർഡ്സ് നിങ്ങൾ കാണുമ്പോഴും ഇവർ അഡ്ജക്റ്റീവ്സ് ആണെന്നുള്ളത് ഓർക്കുക. ഓക്കെ. നൗ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സെക്ഷനും കൂടെ ഉണ്ട്. നമുക്ക് ഒരുപാട് അഡ്ജക്റ്റീവ്സ് ഉണ്ട്, നമുക്കറിയാം. അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി, ക്വാണ്ടിറ്റി, നമ്പർ. ഓക്കെ, അതൊന്നും നമ്മളിപ്പോ അങ്ങനെ ഒന്നും നോക്കുന്നില്ല. നമ്മൾ ഈ അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി എന്ന് പഠിച്ചല്ലോ, സം, മോർ, ലിറ്റിൽ, അങ്ങനത്തെ കുറെ വേർഡ്സ്. അതിൽ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അഡ്ജക്റ്റീവ്സ് ഓഫ് പോസിറ്റീവ് അഡ്ജക്റ്റീവ്സും നെഗറ്റീവ് അഡ്ജക്റ്റീവ്സും ഏതാണ്, അത്രയും നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിൽ പോസിറ്റീവ് എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. ഫോർ എക്സാമ്പിൾ സം, എ ലിറ്റിൽ, എ ഫ്യൂ, മച്ച്, മോർ, മെനി, ലോട്ട്സ് ഓഫ് ആൻഡ് എ ലോട്ട് ഓഫ്. ക്വാണ്ടിഫയേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? ഒരു ക്ലാസ്സിൽ നമ്മൾ ക്വാണ്ടിഫയേഴ്സ് പഠിച്ചു. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സം എന്ന് പറയുന്നത് വി ക്യാൻ യൂസ് ഇറ്റ് വിത്ത് ബോത്ത് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ്. അതുകൊണ്ടാണ് അതിന് ഒരു പോസിറ്റീവ് അഡ്ജക്റ്റീവ് ആയിട്ട് എടുക്കുന്നത്. പിന്നെ എ ലിറ്റിൽ, എ ഫ്യൂ, ഇത് രണ്ടും പോസിറ്റീവ് ആണ്. എ ലിറ്റിൽ അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെയും എ ഫ്യൂ കൗണ്ടബിൾ നൗൺസിന്റെ കൂടെ. പിന്നെ മെനി കൗണ്ടബിൾ നൗൺസിന്റെ കൂടെ, മച്ച് അൺകൗണ്ടബിൾസിന്റെ കൂടെ, മോർ വന്നിട്ട് ബോത്ത് രണ്ടുപേരുടെയും കൂടെ, പിന്നെ ലോട്ട്സ് ഓഫ് ആൻഡ് എ ലോട്ട് ഓഫ്.
ഇത് വി ക്യാൻ യൂസ് വിത്ത് ബോത്ത് കൗണ്ടബിൾസ് ആൻഡ് അൺകൗണ്ടബിൾസ്. അപ്പൊ നമ്മൾ ഇവരെ പോസിറ്റീവ് എന്ന് വിളിക്കാൻ കാരണം ചിലവർ വെറും അൺകൗണ്ടബിളിന്റെ കൂടെ മാത്രമേ ഉള്ളൂ. ഏതാണ് ഇതിലിപ്പോ ഞാൻ ചോദിക്കട്ടെ, രണ്ട് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ രണ്ടുപേരുടെയും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിഫയേഴ്സ് ഏതാണ് ഇതിൽ? ഇഷാൻ, ക്യാൻ യു ജസ്റ്റ് സ്പീക്ക് ഔട്ട്? എന്താണ് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിഫയേഴ്സ്? ലോട്ട്സ് ഓഫ്, ഓക്കെ, ഏതാണ്? സം പറ്റുമല്ലോ. സം പീപ്പിൾ എന്നും പറയാം, സം ബുക്സ് എന്നും പറയാം, പിന്നെ അതേപോലെ സം വാട്ടർ. ക്യാൻ യു പ്ലീസ് ഗീവ് മീ സം വാട്ടർ? വാട്ടറിന്റെ കൂടെയും പറയാം. ഓക്കെ ഓക്കെ. അപ്പൊ സോ നമുക്ക് സം, ലോട്ട്സ് ഓഫ് പറയാം. എ ലോട്ട് ഓഫ് പറ്റില്ല. ഓക്കെ, സം പറ്റും, ലോട്ട്സ് ഓഫ് പറ്റും, പിന്നെ ഒരു വേർഡ് കൂടെ നമുക്ക് രണ്ടിന്റെയും കൂടെ യൂസ് ചെയ്യാൻ പറ്റും. നോക്കൂ, മോർ പറ്റില്ലേ? There is more water in the cooker. There is more water in the jug. അങ്ങനെയും പറയാം. There are more books in the room. I have more books at my home. പറഞ്ഞൂടെ? അപ്പൊ മോർ എന്ന് പറയുന്നതും കൗണ്ടബിളിന്റെയും അൺകൗണ്ടബിളിന്റെയും കൂടെ യൂസ് ചെയ്യാം. അപ്പോ ഇങ്ങനെ ഓർത്ത് വെക്കുക, കൗണ്ടബിൾ, ജസ്റ്റ് എ മിനിറ്റ്, സോ നമുക്ക് ബോത്ത് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സുകൾ എപ്പോഴും പോസിറ്റീവ് അഡ്ജക്റ്റീവ്സ് ആയിരിക്കും. അതായത് സം, ലോട്ട്സ് ഓഫ്, മോർ, ഇതൊക്കെ പോസിറ്റീവ് ആണ്. പിന്നെ പറയുന്നത് നമ്മൾ കൗണ്ടബിൾ നൗൺസിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഫോർ എക്സാമ്പിൾ എ ഫ്യൂ, മെനി, ദെൻ എ ലോട്ട്. ഇനി അൺകൗണ്ടബിളിന്റെ കൂടെ യൂസ് ചെയ്യുന്നതിൽ ഇത് രണ്ടെണ്ണം ഉണ്ട്. അത് ഏതാണ്? പിക്ക് ചെയ്യാൻ പറ്റുമോ? മച്ച്, വെരി ഗുഡ്. പിന്നെ ഒന്നും കൂടെ ഉണ്ട്, ഏതാണ്? കേൾക്കുന്നില്ല. സം ആണോ? NONE. ഞാൻ ഫസ്റ്റ് ബോക്സിൽ മാത്രമേ ചോദിക്കുന്നത്. എ ലിറ്റിൽ. ഓക്കെ, എ ലിറ്റിൽ എന്ന് പറയും. ലിറ്റിലും എ ലിറ്റിലും നമ്മൾ അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതേപോലെയാണ് മച്ചിന്റെ കാര്യം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചോളൂ, ഈ സം, അതേപോലെ മോർ, പിന്നെ ലോട്ട്സ് ഓഫ്, ഇത് മൂന്നും രണ്ട് കൂട്ടരുടെ കൂടെ യൂസ് ചെയ്യാം. അപ്പൊ അത് പോസിറ്റീവായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഇനി പിന്നെ ഇത് രണ്ടും ഹയർ ലെവലിൽ വരുന്നതാണ്. മറ്റും മെനിയും നമുക്ക് ഒരുപാട് ഉണ്ട് എന്ന് പറയാൻ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. അപ്പൊ അതും പോസിറ്റീവ് സെൻസിൽ യൂസ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ എ ലോട്ട് ഓഫ്, ഒരുപാട് എന്നുള്ള മീനിങ്. പിന്നെ നിങ്ങൾക്ക് വരുന്നതാണ് ദിസ് തിങ് കോൾഡ് എ ലിറ്റിലും പിന്നെ മച്ചും. എ ലിറ്റിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അൺകൗണ്ടബിൾ നൗൺസിന് കൂടിയേ പറ്റുള്ളൂ. എന്നിരുന്നാലും ഇവരെന്താണ്? പോസിറ്റീവ് ആണ്. ഓക്കെ, എ ഫ്യൂ, എ ലിറ്റിൽ, ഇതൊക്കെ പോസിറ്റീവ് ആണ്. ഓക്കെ, നൗ നമുക്ക് നെഗറ്റീവ് അഡ്ജക്റ്റീവ്സിലേക്ക് വരാം. ശ്യാം ഹരീഷ്, പ്ലീസ് സ്വിച്ച് ഓഫ് യുവർ മൈക്ക്. മൈക്ക് ഓഫ്ல வைங்க ப்ளீஸ். எங்க பாருங்க. സോ നെഗറ്റീവ് അഡ്ജക്റ്റീവ്സിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ എനി, നൺ, ഫ്യൂ, ലിറ്റിൽ, ഇതാണ് വരുന്നത്. അപ്പൊ എനി, നൺ, ഫ്യൂ, ലിറ്റിൽ. അപ്പൊ ഇതിൽ വന്നിട്ട് ഫ്യൂ, ലിറ്റിൽ നമുക്കറിയാം അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെയോ കൗണ്ടബിളോ അങ്ങനെയല്ല. എ എന്നുള്ള വാക്കില്ലെങ്കിൽ അതൊരു നെഗറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ ഫ്യൂ, ലിറ്റിലും നെഗറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ്. പിന്നെ അതേപോലെ എനി, നൺ, ഇതും നമ്മൾ നെഗറ്റീവായിട്ട് കൂട്ടത്തിൽ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ എനി, നൺ, ഫ്യൂ, ലിറ്റിൽ, ഇത് നാലും നെഗറ്റീവ് അഡ്ജക്റ്റീവ്സ്. സം, എ ഫ്യൂ, എ ലിറ്റിൽ, മച്ച്, മോർ, മെനി, ലോട്ട്സ് ഓഫ് ആൻഡ് എ ലോട്ട് ഓഫ്, ഇതെല്ലാം പോസിറ്റീവ് അഡ്ജക്റ്റീവ്സ്. ഇപ്പൊ ലോട്ട്സ് ഓഫ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എ ഇല്ലല്ലോ, അതിനപ്പോ നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുത്തൂടെ? നിങ്ങൾക്കൊരു ഡൗട്ട് ഇപ്പൊ വരാം, എ ലോട്ട് ഓഫ് പോസിറ്റീവ് ആണെങ്കിൽ മിസ്സേ ലോട്ട്സ് ഓഫ് നെഗറ്റീവ് അല്ലേ? അല്ല, ലോട്ട്സ് ഓഫ് എന്ന് പറഞ്ഞാലും എ ലോട്ട് ഓഫ് എന്ന് പറഞ്ഞാലും അവിടെ രണ്ടിന്റെയും മീനിങ് സെയിം ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? പോസിറ്റീവ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നു.
ഈ ക്വാണ്ടിഫയേഴ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യണം. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. ഇഫ് യു ആർ ഹാവിംഗ് എനി ഡൗട്ട്സ് യു ക്യാൻ ടെൽ മീ. No doubts? Yes guys, okay ആണോ? ക്ലിയർ ആണോ? Yes. ക്ലിയർ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ. കുറച്ചൊരു 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊന്ന് ക്വിക്ക് ആയിട്ട് റീഡ് ചെയ്യാം. ഓരോ സെന്റൻസിൽ കുറച്ച് അഡ്ജക്റ്റീവ്സും കൂടെ ഉണ്ട്. ഓക്കെ. അപ്പോ എല്ലാത്തിലും ഒന്നിൽ കൂടുതൽ അഡ്ജക്റ്റീവ്സ് തന്നെ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യാം. യെസ്, വേഗം ചെയ്യാം നമുക്ക്. ഓക്കെ, യെസ്, ഫസ്റ്റ് വൺ ഇഷാൻ സ്റ്റാർട്ട് ചെയ്തോളൂ. Which story did you like the most in this book? ഓക്കെ, അഡ്ജക്റ്റീവ്സ് ഏതായിരിക്കും? Most. ഓക്കെ, വെരി ഗുഡ്. വിച്ചും വരും, ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. ഗുഡ്. മോസ്റ്റ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റിയിൽ വരും, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്സ് നമ്മളിപ്പോ പറഞ്ഞ അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി, മോസ്റ്റ്. ഓക്കെ, ഗുഡ്. അടുത്തത് ആദി, റീഡ് ചെയ്തോ. I heard some horror stories from my grandfather about haunted houses in our town. അപ്പൊ ഇതിൽ ഏതായിരിക്കും അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്? Horror. ഹൊറർ സ്റ്റോറീസ്, വെരി ഗുഡ്. ഇപ്പൊ സ്റ്റോറീസ് പല ടൈപ്പിലുണ്ട്, അതിലൊരു ടൈപ്പാണ് ഈ ഹൊറർ സ്റ്റോറീസ് എന്ന് പറയുന്നത്. വെരി ഗുഡ്. പിന്നെ ഒന്നും കൂടെ വരുമല്ലോ, നോക്കൂ. എങ്ങനത്തെ വീടുകളാണെന്ന് പറയുന്നുണ്ട്? ഹോണ്ടഡ് ഹൗസസ് ആണ്. ഹോണ്ടഡ് എന്ന് പറഞ്ഞാൽ ആരും താമസമില്ലാത്ത, ഓക്കെ, വീട്, ആരും ഒഴിഞ്ഞു കിടക്കുന്ന വീടിനെയാണ് ഹോണ്ടഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഹോണ്ടഡും ഒരു അഡ്ജക്റ്റീവ് ആണ്. പിന്നെ സം ഒരു അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റിയിൽ വരും സം. മൈ എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവ് ആണ്, കാരണം അഡ്ജക്റ്റീവ് എന്താണത്? പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. അവർ പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. ഈ സെന്റൻസിൽ തന്നെ നോക്കൂ, 6 അഡ്ജക്റ്റീവ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോ അടുത്തത് ഇഷാൻ, വേഗം വേഗം വായിക്കാം. This apartment needs to be whitewashed. ഓക്കെ, what is that? Whitewashed അല്ലേ? Whitewashed verb ആണ് ആക്ച്വലി. ദിസ് ആണ് ഇവിടുത്തെ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. ഓക്കെ, അടുത്തത് ആദി. Certain tracks are very harmful for our ears. Okay, what is the adjective here? Harmful. Harmful. Okay, good. Next one, whose bag is this? Ishan. Whose? What adjective is it? Interrogation. Okay, now the last question, Adi. Paicho, did you meet my father yesterday? My father. My മാത്രം, father noun അല്ലേ? ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഓൾ ഗോട്ട് ദ പോയിന്റ്. ഓക്കെ, ഇത് വളരെ ഈസിയാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഇതിന്റെ ബാക്കിയുള്ള പാർട്ട് കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അഡ്ജക്റ്റീവ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ താങ്ക് യു സ്റ്റുഡൻസ്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം.